ഹലോ നമസ്കാരം ഗൈസ്. ഹാപ്പി സൺഡേ എവരിബഡി. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആയിരുന്നു ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു ബീച്ച്, തൊട്ടടുത്തൊരു ബീച്ചുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു മാച്ച് ഉണ്ട്. ഇവിടുത്തെ ലീഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2 ലീഗ് കളിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഇന്നും കൂടി ഉണ്ട് സൺഡേ. ഇന്ന് ലീഗ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പോകണം. ഇപ്പം മണി 12 മണി. ഒരു 4 മണിയാകുമ്പോൾ 5 മണിക്ക് ലീഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ചെറിയൊരു ബീച്ച് ഏരിയ പോലെ ഒരു പ്ലേസ് ഉണ്ട്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ഓക്കെ ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ്. അതൊരു പഴയ ബോട്ടിൻ്റെ അവശിഷ്ടമാണ് കാണുന്നത്. അത് അവർ കെട്ടിവെച്ചിട്ടുണ്ട്. അത് പഴയത് ഒരാൾക്കാർ കെട്ടിവെച്ചിട്ട് പോയിട്ടുള്ളതാണ്. അത് ഉപേക്ഷിച്ച് പോകുന്ന നിലയിലാണ് കാണുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നടന്ന് ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോപ്പർ അത് പ്രൈവറ്റ് പാർട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിന് ലോക്കുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലോക്ക് വീതമുണ്ട്. അത് കീ ഉണ്ട്. ആ കീ തുറന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ കൊണ്ടുവരും, വണ്ടിയിൽ കെട്ടിവെച്ചിട്ട് അതിന് ബാക്കിൽ കെട്ടിവെക്കാനായിട്ടൊരു വേറൊരു വണ്ടി വേറെ ഉണ്ട് അതിന്. അപ്പോൾ അത് കെട്ടിവെച്ച് കൊണ്ടുവന്നിട്ട് ഇതിൽ ഇറക്കിയിട്ട് അവർ ബോട്ടിങ് നടത്തും. അവരൊരു വിനോദമാണ്. പിന്നെ കുറേ ദൂരത്തേക്കൊക്കെ പോയി മീൻ ചൂണ്ടിയിടും. നല്ലൊരു ആഘോഷം തന്നെയാണ് സമ്മർ ഇവിടെ ആഘോഷിക്കുന്നത് ഫിൻലാൻഡുകാർ. നല്ലൊരു അന്തരീക്ഷമാണ് കാണുന്നത് ഇന്നത്തെ. ഇവിടെ കുറേ പേര് എത്തിയിട്ടുണ്ട്, കുട്ടികൾ, അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും ഫാമിലി അടക്കമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുളിക്കാനാണ് പോകുന്നത്. അത് ഇവിടെ ആണ് കുളിക്കുന്ന സ്ഥലം. അവർ വെള്ളമൊന്നും അത്ര ക്ലീൻ അല്ല, എന്നാലും അവർ കുളിക്കുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് അങ്ങനെ അത്ര ക്ലീനൊന്നും അല്ല, എന്നാലും അവരിത് കുളിക്കുകയാണ്. കുട്ടികളാണ് അവിടെ നീന്തണത്, അവിടെ നീന്തി കുളിക്കുകയാണ് അവർ. സേഫാണ് ഇവിടെ. അങ്ങനെ വലിയ മീനുകളും അങ്ങനെ ഡേഞ്ചറസ് ആയ ഐറ്റംസുകളൊന്നും ഇവിടെ ഇല്ല. മുതലാച്ചി, കണ്ണി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനുള്ളിലില്ല. വളരെ ഇവിടുത്തെ വെള്ളം, ഈ വെള്ളം തന്നെയാണ് ശുദ്ധീകരിച്ചുകൂടി കുടിക്കുന്നത്. വളരെ നല്ലൊരു രസമാണ് ഇവിടെ ഇന്ന് വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല സന്തോഷം തോന്നി. അവിടെ തൊട്ടപ്പുറത്തൊക്കെ ഒരേ ദ്വീപുകൾ പോലെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളിങ്ങനെ കുളിക്കുകയാണ്. ഇവിടെ ട്യൂബും അത് കൊണ്ടുവന്നിട്ട് എൻജോയ് ചെയ്യാണ് അവർ. സമ്മർ എൻജോയ് ചെയ്യണം. സമ്മർ ഇപ്പോൾ ഇത്തിരി ചൂടുണ്ട്, ഒരു 30 ഡിഗ്രി ഒക്കെ ആയിട്ട് ചൂട് നിൽക്കുന്നുണ്ട്. ഇവിടെ 25 അങ്ങനെ വേരിയേഷനിൽ നിൽക്കുന്നുണ്ട്. 25-30 അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അവർ ഇത് കണ്ടോ, ഇതാണ് അവർ വണ്ടിയിൽ കെട്ടി വെച്ചിട്ട് ബാക്കിൽ കെട്ടി അതിൻ്റെ ഇതിൽ ഘടിപ്പിച്ചിട്ടാണ് കൊണ്ടുവരിക ബോട്ട്. അപ്പോൾ ഇതിലൂടെ ഇറക്കും. ഇതോടെ അങ്ങനെ ഇറക്കി താഴത്തോട്ട് ഇറക്കി അങ്ങനെ കൊണ്ടുപോയി അവർ ബോട്ടിങ് കുറേ ദൂരത്തേക്കൊക്കെ പോകും. നല്ല രസമാണ്. സ്വന്തമായിട്ടാണ് അവരുടെ ബോട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ടോ അത് കാണുന്നത് കംപ്ലീറ്റ് ഓരോരുത്തരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളാണ് കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം അവിടെ ചുറ്റും കാട് ആണ്. വലിയ വനങ്ങളുണ്ട്. മൊത്തം ചുറ്റും കാടും പ്രദേശങ്ങളാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പഴയ പാവപ്പെട്ടവരുടെ വഞ്ചികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് പാവപ്പെട്ട ഫിൻലാൻഡുകളുടെ വഞ്ചികളാണ്. ഇവിടെ കുറേ ഭക്ഷണം പോലും കിട്ടാത്ത പാവപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ബൈക്കുകൾ എടുക്കാൻ പറ്റാത്ത, അതുപോലെ കാറുകൾ വാങ്ങിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ഓക്കേ.